നമസ്കാരം. ദുബായിൽ വാഹനം ഓടിക്കുന്നവരെല്ലാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. അടുത്തിടെയായി അശ്രദ്ധമായ ഡ്രൈവിംഗിനും നിയമലംഘനങ്ങൾക്കും എതിരെ കർശന നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. റോഡിൽ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്നതിനാലാണ് പുതിയ നിയമങ്ങൾ കർശനമാക്കിയത്. ദുബായിൽ വാഹനം ഓടിക്കുന്നവരെല്ലാം കരുതലോടിരിക്കുക. അശ്രദ്ധമായ ഡ്രൈവിംഗിന് ഇനി മുതൽ 10,000 ദിർഹത്തിന്റെ പിഴയും ഗുരുതരമായ നിയമ നടപടികളും നേരിടേണ്ടി വരും. പുതിയ നിയമങ്ങൾ എന്തിനാണ് ഇത്രയും കർശനമാക്കിയതെന്നും ഇതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നുവെന്നും ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കണം. പുതിയ നിയമലംഘനങ്ങൾക്കും അശ്രദ്ധമായ ഡ്രൈവിംഗിനും ദുബായിലെ വിവിധ സ്ഥലങ്ങളിൽ കടുത്ത പിഴയും ശിക്ഷകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നിയമം അറിയാത്തതുകൊണ്ട് പ്രവാസികൾക്ക് പണി കിട്ടാറുണ്ട്. നിരവധി പേരാണ് ഇത്തരത്തിൽ അഴിക്കുള്ളിലാകുന്നത്. ദുബായിൽ വേഗപരിധി ലംഘിക്കുന്നവർക്ക് 20,000 ദിർഹം വരെ പിഴയും 12 ട്രാഫിക് പോയിന്റുകളും ലഭിക്കുമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഡ്രൈവർമാർക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടെന്നും അമിത വേഗത അപകടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അബുദാബിയിലും ദുബായിലും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്ക് 50,000 ദിർഹം വരെ പിഴയാണ് ചുമത്തുന്നത്. റാസൽ ഖൈമയിൽ ഇത് 20,000 ദിർഹമാണ്. ഇതിനു പുറമെ വാഹനം 3 മാസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യത വലിയൊരു പ്രശ്നം തന്നെയാണ്. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും ഈ പിഴത്തുകകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഉദാഹരണത്തിന് 50,000 ദിർഹം പിഴയടയ്ക്കുക എന്നത് ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായേക്കാം. ഇത് വെറുമൊരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ജോലിയെയും കുടുംബത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വാഹനം 3 മാസത്തേക്ക് പിടിച്ചെടുക്കുമ്പോൾ ഡെലിവറി ജോലിക്കാർക്കും മറ്റ് ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നവർക്കും അത് തൊഴിൽ നഷ്ടത്തിനും കാരണമായേക്കാം. 3 മാസങ്ങൾക്കകം പിഴയടച്ച് വാഹനം തിരികെ എടുത്തില്ലെങ്കിൽ വാഹനം ലേലത്തിൽ വെക്കുമെന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ഈ പുതിയ നിയമങ്ങൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. അമിത വേഗത ഒഴിവാക്കുക, ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക, എല്ലാത്തിനും ഉപരിയായി റോഡിൽ പൂർണ്ണ ശ്രദ്ധയോടെ മാത്രം വാഹനം ഓടിക്കുക. ഇത് നമ്മുടെ ജീവൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ സുരക്ഷിതമാക്കാനും സഹായിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിനെ അറിയിക്കാൻ മടിക്കരുത്. പുതിയ ഗതാഗത നിയമങ്ങൾ സാമ്പത്തിക ബാധ്യത മാത്രമല്ല വരുത്തിവെക്കുന്നത്, ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതും നാം തിരിച്ചറിയണം. നമ്മുടെ സമ്പാദ്യവും ഭാവിയും ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേണം വാഹനം ഓടിക്കാൻ. ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് അപകടരഹിതമായ ഒരു ഡ്രൈവിംഗിന് ഓരോ പ്രവാസിയെയും സഹായിക്കും. ഈ നിയമങ്ങളെ ഭയപ്പാടോടെ കാണുന്നതിന് പകരം കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും വാഹനം ഓടിക്കാനുള്ള ഒരു പ്രചോദനമായി കാണുക. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.